നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ഉന്നയിച്ചിട്ടുള്ള ആരോപണം, അതിന്റെ ഭാഗമായിട്ട് യുവനടി റിനി ആൻ ജോർജിനെതിരായിട്ടുള്ള സൈബർ ആക്രമണം ശക്തമായതോടെ സംഭവത്തിൽ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, മാധ്യമപ്രവർത്തകനായിട്ടുള്ള ഷാജൻ സ്കറിയ അടക്കമുള്ളവർക്കെതിരെ പരാതിയുണ്ട് എന്നാണ് വിവരം. മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിലാണ് ഇപ്പോൾ നടപടി സ്വീകരിച്ച് പോലീസും രംഗത്തെത്തുന്നത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ആരോപണം ഉന്നയിച്ചവരിൽ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിരുന്നത് യുവനടിയുടെ പ്രതികരണത്തിലായിരുന്നു. പക്ഷേ പിന്നീട് അവർക്ക് കേസില്ല എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രതികരിച്ച് രംഗത്തെത്തി. ഇതോടുകൂടെയാണ് ഇവർക്കെതിരെ സൈബർ ആക്രമണങ്ങൾ ശക്തമായിരുന്നത്. സ്വന്തം നിലപാട് തിരുത്തി എന്നും അതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വരനും ഷാജൻ സ്കറിയും പോലുള്ളവരൊക്കെ ഇവർക്കെതിരെ പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ജനങ്ങൾ രംഗത്തെത്തി തുടങ്ങിയത്. പലരും പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്തരം ഒരു പരാതി ഉന്നയിക്കാൻ കാണിച്ച ഉത്സാഹം പിന്നീട് ഉണ്ടാകാതിരുന്നത് ഒരുപക്ഷെ ആ പറഞ്ഞ ആരോപണം ശരിക്കും തെറ്റായതുകൊണ്ടായിരിക്കാം എന്ന തരത്തിൽ ഒരു വിഭാഗം ആളുകൾ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസം തന്നെയാണ് പലപ്പോഴും സൈബർ ഇടങ്ങളിൽ അഭിപ്രായമായിട്ട് രേഖപ്പെടുത്തിയത്. പിന്നീട് ഈ അഭിപ്രായങ്ങൾ പ്രതിഷേധവും സൈബർ ആക്രമണവും ഒക്കെ ആയിട്ട് മാറുകയായിരുന്നു. എന്തായാലും ആ സംഭവത്തിൽ സൈബർ ആക്രമണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പരാതി നൽകുന്നു. പിന്നീട് ഇപ്പോഴിതാ റിനി ആൻ ജോർജിനെതിരായിട്ടുള്ള സൈബർ ആക്രമണത്തിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. എറണാകുളം റൂറൽ സൈബർ പോലീസാണ് ആ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. ഷാജൻ സ്കറിയ അടക്കമുള്ള നിരവധി പേർക്കെതിരെ പോലീസ് കേസെടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ള പരാതിയിലാണ് നടപടി. അതേസമയം റിനിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടിക്കൊണ്ടാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തന്നെയായിരുന്നു രാഹുൽ ഈശ്വർ ഹൈക്കോടതിയെ സമീപിച്ചത്. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തികരമായിട്ടുള്ള പ്രചാരണം നടത്തിയെന്നാണ് റിനി മുഖ്യമന്ത്രിക്കും സൈബർ പോലീസിനും പരാതി നൽകിയിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായി എന്ന വെളിപ്പെടുത്തലിന് പിന്നാലെ റിനിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. യുവനേതാവിനെതിരായിട്ടുള്ള ആരോപണങ്ങളിൽ നിയമവഴിയെ പോകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നേരത്തെ റിനി രംഗത്തെത്തിയിരുന്നത്. സാധാരണക്കാരായ സ്ത്രീകൾക്ക് ഏത് രംഗത്ത് വരുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ അതൊക്കെ തന്നെ ഉയർത്തി കാണിക്കലായിരുന്നു തന്റെ ലക്ഷ്യമെന്നും ആ സമയത്ത് റിനി വ്യക്തമാക്കിയിരുന്നു. നിയമവഴികൾ ഇല്ല എന്നതിനർത്ഥം എല്ലാം പൂട്ടിക്കെട്ടി എന്നതല്ല, അല്ലെങ്കിൽ താൻ പറയുന്നത് തെറ്റാണ് എന്നതല്ല എന്നും അന്ന് പോരാട്ടം തുടരുമെന്നും ഒക്കെയാണ് അവർ ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അവർക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു പ്രതികരണമാണ്, അല്ലെങ്കിൽ ഒരു സൈബർ അറ്റാക്കാണ് സമൂഹ മാധ്യമത്തിൽ ഉണ്ടായത്. നടിക്കെതിരായിട്ടുള്ള അധിക്ഷേപപരമായ പരാമർശം നടത്തി എന്ന പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ തേടി രാഹുൽ ഈശ്വർ പിന്നീട് രംഗത്തെത്തിയത് വലിയ രീതിയിൽ ചർച്ചയായി. നടി മുഖ്യമന്ത്രിക്കും പോലീസിനും നൽകിയ പരാതിയിൽ അറസ്റ്റിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുകയും നോട്ടീസ് നൽകാതെയുള്ള അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നത്. സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിക്കുന്നതായി ചൂണ്ടിക്കാട്ടി നടി റിനി ആൻ ജോർജ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരമൊരു നടപടിയൊക്കെ ഉണ്ടായത്. അതേസമയം ഒരു വശത്ത് തനിക്കെതിരായിട്ടാണ് ഇത്തരം വിവാദങ്ങൾ എന്നിരിക്കെ വിവാദങ്ങൾ ശക്തമാകുന്നതിനിടെ വിമർശനങ്ങളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ നയങ്ങളും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ്. രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിഞ്ഞ ദിവസം അടക്കം രംഗത്തെത്തിയിരുന്നു. വിവാദ കൊടുങ്കാറ്റിനിടെ നിയമസഭയിൽ എത്തിയതടക്കം ആ ഒരു വിഷയത്തിൽ വലിയ ചർച്ചയായിട്ടുള്ള ഒരു സംഭവമാണ്. അത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്തെത്തി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ഒരു നിയമസഭാ സാന്നിധ്യം അറിയിച്ച വിഷയത്തിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചുകൊണ്ട് താൻ പാർട്ടിക്കൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിലകൊള്ളുകയും പാർട്ടിയോടുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാർട്ടിക്ക് തന്നോടുള്ള പ്രശ്നങ്ങൾ മാറും വരെ താൻ ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകുമെന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതേസമയം വിവാദങ്ങൾ ഇങ്ങനെ ഒരു വശത്തു കൂടെ പോകുന്നതിനിടയിലും നിയമസഭയിൽ എത്തിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടം കഴിഞ്ഞ ദിവസം ശബരിമല ദർശനത്തിനെത്തിയതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അടൂരിലെ വീടിന് അടുത്തുള്ള ക്ഷേത്രത്തിൽ നിന്ന് കെട്ട് നിറച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ശബരിമലയിലേക്ക് പോയതായിട്ടാണ് വിവരം. രാത്രി ദർശനം കഴിഞ്ഞ് മടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ലൈംഗികാരോപണത്തിൽ
പ്രചാരണത്തിനിടെ ഉണ്ടായ വിവാദ കൊടുങ്കാറ്റിനിടെ ആകാംക്ഷകൾക്ക് വിരാമമിട്ട് പാലക്കാട് MLA മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തി. അതിനുശേഷം താൻ മാറി നിന്ന തന്റെ മണ്ഡലത്തിൽ സജീവമാകാനുള്ള തീരുമാനങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിൽ എടുത്തിരിക്കുകയാണ്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച യുവനടി അവർക്കെതിരെ ഉണ്ടാകുന്ന സൈബർ ആക്രമണം, ഇപ്പോൾ ആ ഒരു സൈബർ ആക്രമണത്തിൽ ഷാജൻ സ്കറിയ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകനെതിരെയും രാഹുൽ ഈശ്വറിനെതിരെയും ഒക്കെ കേസ് എടുത്തതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്.